നമസ്കാരം. അമേരിക്കയുടെ സംരക്ഷണവാദ നയങ്ങളാണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ പുതിയ സാധ്യതകൾ തേടാൻ നിർബന്ധിതമാക്കിയത്. സ്വന്തം വിപണി സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവകൾ ഇന്ത്യൻ സമുദ്രോൽപ്പന്ന വ്യവസായത്തിന് കനത്ത ആഘാതമേൽപ്പിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ തങ്ങളുടെ വ്യാപാര തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ഒരു രാജ്യത്തെ മാത്രം അമിതമായി ആശ്രയിക്കുന്നത് ഭാവിയിൽ വലിയ തിരിച്ചടികൾക്ക് കാരണമാകാമെന്ന് ഈ അനുഭവം ഇന്ത്യയെ പഠിപ്പിച്ചു. അമേരിക്കയുടെ വ്യാപാര നയങ്ങൾ ഇന്ത്യൻ സമുദ്രോൽപ്പന്ന വ്യവസായത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവകൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ. ഈ നടപടികൾ കാരണം ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ വലിയ ഇടിവുണ്ടാവുകയും ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനത്തെ ബാധിക്കുകയും ചെയ്തു. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുകയും മത്സരം ഇല്ലാതാവുകയും ചെയ്തതോടെ കയറ്റുമതിക്കാർ പ്രതിസന്ധിയിലായി. ഇത് ഇന്ത്യയെ പോലുള്ള ഒരു വികസ്വര രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണെന്ന് വ്യാപാര വിദഗ്ധർ വിമർശിച്ചിരുന്നു. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നയം ഇന്ത്യയെ പുതിയ വ്യാപാര പങ്കാളികളെ തേടാൻ നിർബന്ധിതമാക്കി. ഒരു രാജ്യത്തെ മാത്രം അമിതമായി ആശ്രയിക്കാതെ ആഗോള വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുക എന്ന ഇന്ത്യയുടെ തന്ത്രപരമായ തീരുമാനത്തിന് ഈ പ്രതിസന്ധി ആക്കം കൂട്ടി. അതിന്റെ ഫലമായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ പോലുള്ള വിപണികളുമായി ഇന്ത്യ ശക്തമായ ബന്ധം സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഈ അംഗീകാരം അമേരിക്കൻ നയങ്ങൾക്കെതിരെയുള്ള മറുപടി കൂടിയായി കണക്കാക്കാം. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് യൂറോപ്യൻ യൂണിയൻ കൂടുതൽ ഇന്ത്യൻ മത്സ്യബന്ധന യൂണിറ്റുകൾക്ക് അംഗീകാരം നൽകി. അമേരിക്കൻ തീരുവകളെ തുടർന്ന് പുതിയ വ്യാപാര പങ്കാളികളെ തേടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഇതൊരു വലിയ നേട്ടമാണ്. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിലെ 102 പുതിയ മത്സ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് അവരുടെ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ വലിയ വളർച്ച പ്രതീക്ഷിക്കുന്നു. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചത് മൂലം നേരിട്ട വെല്ലുവിളികൾക്ക് ഒരു പരിഹാരമാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള ഈ പുതിയ ധാരണ. മുൻപ് അമേരിക്കൻ തീരുവ കാരണം ഇന്ത്യൻ കയറ്റുമതിയിൽ ഇടിവ് സംഭവിച്ചു. എന്നാൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയായിരുന്നു. അമേരിക്കയുടെ ഈ തീരുമാനത്തിൽ ഇന്ത്യ കൂടുതൽ വിപണികൾ കണ്ടെത്തുന്നതിനും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കുന്നതിനും ശ്രമിച്ചു. അതിന്റെ ഫലമാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള ഈ പുതിയ നീക്കം. ഇതിനെക്കുറിച്ച് സംസാരിച്ച വാണിജ്യ വിദഗ്ധർ പറയുന്നത് അമേരിക്കയുടെ സംരക്ഷണവാദ നയങ്ങൾ കാരണം ഇന്ത്യക്ക് പുതിയ വ്യാപാര പാതകൾ തേടേണ്ടി വന്നു എന്ന് തന്നെയാണ്. ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള വിപണികളിൽ സ്വീകാര്യത നേടും. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂറോപ്യൻ യൂണിയൻ വിപണിയിൽ വലിയ വളർച്ച കൈവരിക്കും. എന്തായാലും ഇത് കർഷകർക്കും കയറ്റുമതിക്കാർക്കും ഒരുപോലെ ഗുണകരമാകും. അങ്ങനെ അമേരിക്ക ഉണ്ടാക്കിയ ഈ പൊല്ലാപ്പ് ഇന്ത്യ ഒരു അവസരമാക്കി മാറ്റി. ഇന്ന് യൂറോപ്യൻ യൂണിയൻ പോലുള്ള വിപണികളിൽ ഇന്ത്യ നേടുന്ന അംഗീകാരവും കയറ്റുമതിയിൽ ഉണ്ടാകുന്ന വളർച്ചയും ഈ തന്ത്രപരമായ മാറ്റത്തിന്റെ ഫലമാണ്. അമേരിക്കൻ നയങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തളർത്താൻ ലക്ഷ്യമിട്ടതാണെങ്കിലും അത് ആഗോള തലത്തിൽ കൂടുതൽ ശക്തമായ വ്യാപാര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യക്ക് പ്രചോദനമായി.